നമസ്കാരം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അതത്ര സാരമില്ലാത്ത കാര്യമല്ല. ആ നഷ്ടം നമുക്ക് മാത്രമേ മനസ്സിലാവൂ. മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഈ പ്രിയപ്പെട്ടവൻ്റെ സ്നേഹവും നന്മയും അനുഭവിച്ചതിൻ്റെ വളരെ വേദനയും ദുഃഖവും ഉണ്ടാകുമെങ്കിലും എപ്പോഴും കൂടെയുള്ള പ്രിയപ്പെട്ടവർ, അത് ജീവിത പങ്കാളിയാവാം, മക്കളാവാം, മാതാപിതാക്കളാവാം, അവർക്ക് മറ്റാർക്കുമില്ലാത്ത ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട്. അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ തണലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വേദനകളെ നമുക്കത്ര നിസ്സാരമായി സാരമില്ല എന്നൊരു വാക്കിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതല്ല. ഓരോ വ്യക്തിയുടെയും മരണം ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് അവരുമായി അവർക്കുള്ള ഇഴയടുപ്പമാണ്. ശ്രീനിവാസൻ മരിച്ചപ്പോൾ നമുക്കൊക്കെ വിഷമമായി. ഇതുപോലൊരു കലാകാരൻ, ഇതുപോലെ പച്ചയായൊരു മനുഷ്യൻ ഇങ്ങനെ നേരത്തെ മരിച്ചു പോയല്ലോ എന്നോർത്ത് നമുക്ക് വിഷമമുണ്ടായി. എന്നാൽ ആ പച്ച മനുഷ്യനോടൊപ്പം ഏതാണ്ട് അരനൂറ്റാണ്ട് ജീവിച്ച പ്രിയതമ, അയാളുടെ ജീനിൽ രൂപപ്പെട്ട രണ്ട് മക്കൾ, അയാൾ പകർന്നു കൊടുത്ത വെളിച്ചവും നന്മയും സ്നേഹവും ഏറ്റുവാങ്ങിയ ഈ മൂന്ന് പേർക്കും അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ മറ്റാർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് അവരുടെ പ്രതികരണം ലോകത്തെ മറന്നുകൊണ്ടായിരുന്നു. വളരെ സങ്കടത്തോടുകൂടി അവർ പൊട്ടിക്കരഞ്ഞു. സമൂഹം എന്ത് ചിന്തിക്കും, അവരുടെ താരപരിവേഷത്തെ ഇത് ബാധിക്കുമോ എന്നൊന്നും ആലോചിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആരൊക്കെയാണ് ആശ്വസിപ്പിക്കാൻ എത്തിയത് എന്നുപോലും ആലോചിക്കാതെ അവർ പൊട്ടിക്കരയുകയായിരുന്നു. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും കരയുന്നത് കണ്ടിട്ട് ഏതു മനുഷ്യനും സങ്കടം വന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നവരുടെ കണ്ണുപോലും നിറഞ്ഞുപോയി. അത്രമാത്രം അവർ അവരുടെ അച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്നു. സാധാരണഗതിക്ക് സെലിബ്രിറ്റികൾ അവരുടെ തിരക്കിൻ്റെ ലോകത്തുകൂടി പോകുമ്പോൾ മക്കൾക്കും കുടുംബത്തിനും ഒന്നും നല്ല സന്ദേശങ്ങൾ കൊടുക്കാനോ നല്ലത് കൈമാറാനോ കഴിയുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അവസാന കാലയളവിൽ ഏറ്റവും അധികം റിഗ്രറ്റ് ചെയ്യുന്നതും മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചില്ലല്ലോ എന്നോർത്താവും. എന്നാൽ ശ്രീനിവാസൻ തൻ്റെ തിരക്കുകൾക്കിടയിലും തൻ്റെ സത്യസന്ധതയും സാധാരണക്കാരൻ എന്ന ഒരിക്കലും മാറാത്ത ഭാവവും മക്കൾക്കും പകർന്നു കൊടുത്തു. അതുകൊണ്ട് തന്നെ രണ്ടു മക്കളെക്കുറിച്ചും ഇന്നേ വരെ ഇൻഡസ്ട്രിയിൽ ആരും ഒരു മോശവും പറഞ്ഞിട്ടില്ല. ലാളിത്യത്തിൻ്റെയും ഫലിതത്തിൻ്റെയും രൂപഭാവങ്ങൾ തന്നെയാണ് വിനീതും ധ്യാനും. അതുകൊണ്ടാണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞത്. അവരെ ആശ്വസിപ്പിക്കാൻ എത്തിയവർ പോലും കണ്ണു തുടയ്ക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടത്. അവരുടെ അരികു ചേർന്ന് ചിരകാലം നടന്ന സത്യനന്ദിക്കാടും ഹൃദയം നുറുങ്ങി ഈ അന്ത്യാഞ്ജലിക്ക് ഭാഗമായത് ആ ഊഷ്മളമായ സ്നേഹത്തിൻ്റെയും സത്യസന്ധതയുടെയും ഭാഗമായിരുന്നു. ഇതൊന്നും മനസ്സിലാകാൻ കഴിയാത്ത, മനുഷ്യത്വം ലവലേശമില്ലാത്ത ചില വൃത്തികെട്ട ജന്മങ്ങൾ ധ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോൾ എണീറ്റു നിന്നില്ല എന്ന് പറഞ്ഞ് സദാചാര പ്രസംഗം തുടരുകയാണ്. സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട മകന്റെ വേദനയേക്കാൾ വലുത് പിണറായി വിജയൻ ആദരിക്കപ്പെടാതെ പോയതാണ് എന്ന ഈ നീച ചിന്താഗതിക്കാരുടെ മനോഭാവത്തെ ആര് തിരുത്തുമെന്ന് മാത്രം ഒരു പിടിയുമില്ല. പിണറായി ആണോ മോദിയാണോ അതോ ട്രംപ് ആണോ എത്തിയത് എന്നൊന്നും നോക്കാനോ ആലോചിക്കാനോ പറ്റിയ മാനസികാവസ്ഥയിലാവില്ല ഏറ്റവും വലിയ ദുരന്തം ബാധിച്ച ഒരാളുടെ അവസ്ഥ. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ, അവരെ ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ അവർ നമ്മളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് ചിന്തിക്കുന്നത് പോലും ഉചിതമല്ല. ആരൊക്കെ വന്നു, ആരൊക്കെ ആശ്വസിപ്പിച്ചു എന്നൊന്നും ചിന്തിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാവില്ല അവർ. ദയവായി അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഈ രണ്ട് കുട്ടികളെയും വെറുതെ വിടുക. അവർക്ക് വലുത് അവരുടെ പിതാവാണ്. അവരുടെ പിതാവിൻ്റെ മരണം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് അവരെ ടെലിഫോൺ വിളിക്കുന്നതും അവരോട് സാരമില്ല എന്ന് പറയുന്നതും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും പോലും അവരുടെ ട്രോമ അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ആശങ്ക, ദുഃഖം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരെ വെറുതെ വിടുകയാണ്. അവരവരുടെ സ്വകാര്യ ദുഃഖത്തിൽ കഴിയട്ടെ, അതിനുള്ള അവസരം കൊടുക്കൂ എന്നാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കുറിപ്പുകൾ ഹൃദയസ്പർശിയായിരുന്നു. പ്രേക്ഷകർ കേൾക്കാതെ പോവരുത്. അഞ്ജു പാർവതി പ്രബീഷ് ഇങ്ങനെ എഴുതുന്നു: ഇങ്ങനെയുമുണ്ട് കുറെ മനുഷ്യർ, അന്യന്റെ കിടക്കപ്പായ്ക്ക് കീഴെ ഒളിഞ്ഞിരുന്ന് വല്ലതും കിട്ടുമോ എന്ന് ആർത്തി പൂണ്ടിരിക്കുന്നവർ. രാവിലെ ഡയാലിസിസിന് പോകുന്നു എന്ന് മകനോട് വിളിച്ചു പറഞ്ഞിട്ട് ഭർത്താവിനെയും കൂട്ടിപ്പോയ അമ്മ. പതിവ് പോലെ അച്ഛൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുമെന്ന് കരുതി ഷൂട്ടിന് പോയ മകൻ. അന്ന് മകന്റെ പിറന്നാൾ ദിനം കൂടിയാണ്. അതിന് 2 ദിവസങ്ങൾക്ക് മുന്നേ കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെയും ആ മകൻ പറഞ്ഞത് അച്ഛനോട് അവനുള്ള കടലോളം സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെയുള്ള ആ മകനെ സംബന്ധിച്ച് അച്ഛൻ്റെ വിയോഗം എന്നത് അപ്രതീക്ഷിതം തന്നെയാണ്. മരണവിവരം അറിഞ്ഞ് വീട്ടിലേക്കെത്തിയ ആ മകൻ കണ്ണാടിക്കൂട്ടിലെ അച്ഛനെ നോക്കി പൊട്ടിപ്പിളർന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇനിയില്ല എന്നറിയുന്ന
ഓരോ മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ടോട്ടലി ബ്ലാങ്ക് ആയിട്ട് പോകും. അവരെ സംബന്ധിച്ച് പിന്നെ ആര് വരുന്നു ആര് പോകുന്നു എന്നൊന്നുമില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന തണൽ ഇനിയില്ല എന്നറിയുമ്പോൾ തോന്നുന്ന ശൂന്യതയുണ്ടല്ലോ, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇവിടെ ആ മകനെ സംബന്ധിച്ച് അവന്റെ എല്ലാമായ ആൾ ചേതനയേറ്റ് മുന്നിൽ ഉറങ്ങുകയാണ്. ഇനി ഒരിക്കലും ആ ഒരാൾ തങ്ങൾക്കൊപ്പം ഇല്ലെന്ന അവസ്ഥ ഉൾക്കൊള്ളാനാവാതെ ആകെ ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോൾ വന്നയാളിന്റെ വലുപ്പം നോക്കി ബഹുമാനിക്കാനൊന്നും കഴിയില്ലടോ. അയാളെ സംബന്ധിച്ച് അച്ഛനോളം വലുത് ഈ ഭൂമിയിൽ ആരുമില്ല, അച്ഛനോളം വലുപ്പവും ആർക്കുമില്ല. ഇന്നത്തെ സംസ്കാര ചടങ്ങുകളിൽ നമ്മൾ കണ്ടതാണ് ആ കുടുംബത്തെ ഈ വിയോഗം എത്രമേൽ ഉലച്ചുവെന്ന്. പ്രാണന്റെ ഭാഗമായിരുന്ന ആൾ വിട വാങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ശ്രീനിയേട്ടന് നെഞ്ചിൽ വീണ് കിടന്ന് കരഞ്ഞ വിമല ചേച്ചി. വിനീത് എല്ലാം നോവും ഉള്ളിൽ അടക്കി പിടിച്ചു വെച്ച് കരഞ്ഞപ്പോൾ ഈ ഇളയ മകൻ ആർത്തനായി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അച്ചച്ചനെ കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയ കൊച്ചുമക്കൾ. ആ പൊന്നുമോന്റെ കരച്ചിൽ ടി വിയിൽ കണ്ട് നെഞ്ചു കലങ്ങാത്തവരില്ല. എന്തോ ഇത്രമേൽ കരഞ്ഞു കണ്ടൊരു സംസ്കാര ചടങ്ങ് വേറെയില്ല. ആ രണ്ട് ആൺമക്കൾ അവരുടെ നെഞ്ചു കലങ്ങിയ നിൽപ്പ് ഇത് പറയുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്നത് കുടുംബവും അതിന്റെ നാഥനുമായിരുന്നു എന്ന്. താരജാട അലങ്കാരമാക്കാൻ ശീലിക്കാത്ത അച്ഛന്റെ മക്കളാണവർ. മണ്ണിൽ കാല് ചവിട്ടി നിന്ന് ജീവിതത്തെ നോക്കിക്കാണുന്ന രണ്ട് മക്കൾ. അച്ഛൻ തിരിയിലെരിയുമ്പോൾ അച്ഛന്റെ ഏറ്റവും വലിയ സൗഹൃദ പുണ്യമായ സത്യനന്ദിക്കാടിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിളിച്ച ആ മകനെയാണ് ഇന്നലെയും ഇന്നും ഈ സോഷ്യൽ മീഡിയ ദയവ് ഒരിറ്റി കണിക പോലും കാണിക്കാതെ വിചാരണ ചെയ്തിരുന്നത്. എമ്പതി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവന്മാരെ വിളിക്കുന്ന പേര് പ്രബുദ്ധൻ എന്നാണ്. മറ്റൊരു ചെറിയ കുറിപ്പ് കൂടി. പ്രശാന്ത് വാസുദേവൻ നായർ. നൊമ്പരത്തിന്റെ ഗാഠനേരങ്ങളിൽ ഇറക്കി വയ്ക്കാൻ ഒരു നിമിഷം ധ്യാൻ ആശ്രയിച്ചത് സത്യനന്ദിക്കാടിന്റെ ചുമലിനെയാണ്. ആ ചുമലിൽ ഒരുപക്ഷെ അയാൾ തന്റെ അച്ഛന്റെ പ്രതിരൂപം കണ്ടിരിക്കാം. അത്ര ഗാഠമായിരുന്നല്ലോ ആ സൗഹൃദം. അതുകൊണ്ടാണല്ലോ സത്യനന്ദിക്കാടും എല്ലാം മറന്ന് വിതുമ്പിക്കരഞ്ഞത്. മറച്ചു വയ്ക്കപ്പെടുന്ന സ്നേഹങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെ ഇരമ്പിയെത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അച്ഛനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നർമ്മം കലർത്തി പല പ്രാവശ്യം ധ്യാൻ പറഞ്ഞിരുന്നു. അത്തരം നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്ന് ധ്യാനും നമുക്ക് കാട്ടിത്തന്നു. മാത്രമല്ല, ഇത്തരം നിമിഷങ്ങളിൽ ആത്മാർത്ഥമായി പൊട്ടിക്കരയുന്നവർ കാപട്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളുമാണ്. അതേസമയം വിനീത് ഉള്ളിൽ ഒളിപ്പിച്ച ദുഃഖം ഒരുപക്ഷെ തനിച്ച് കരഞ്ഞ് തീർക്കുമായിരിക്കും. അതുകൊണ്ട് ഒരാൾ നേരായ മനസ്സിന്റെ ഉടമ അല്ലാതാകുന്നില്ല. ഇതിനിടയിൽ മലയാളികളിൽ ചിലരെങ്കിലും പങ്കില മനസ്സുമായി പ്രത്യക്ഷപ്പെട്ടതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മിൽ ചിലരുടെ മാനസികാവസ്ഥ അങ്ങനെയായി തീർന്നിരിക്കുന്നു. ചേതനയേറ്റ അച്ഛന്റെ ശരീരത്തിനരികിൽ സർവോപാംഗം തളർന്നിരിക്കുന്നവർ മുഖ്യമന്ത്രിയെ കണ്ട് എഴുന്നേറ്റില്ല, കൈകൂപ്പിയില്ല എന്നൊക്കെയാണ് അവരുടെ ആക്ഷേപങ്ങൾ. ചിലർ വല്ലാതങ്ങ് ഉപദേശിക്കുകയുമാണ്. ധ്യാൻ എത്ര വിഷമാവസ്ഥയിൽ ആണെങ്കിലും എഴുന്നേൽക്കേണ്ടതായിരുന്നു, സ്റ്റേറ്റിന്റെ ഹെഡല്ലേ വന്നത് എന്നിങ്ങനെയാണ് അസ്ഥാനത്തെ ഉപദേശങ്ങൾ. ഇവർക്ക് ആ സന്ദർഭത്തിന്റെ വൈകാരിക തീവ്രതയല്ല പ്രശ്നം, മറിച്ച് തങ്ങളുടെ കപടബോധ്യങ്ങളാണ്. ആ ഒരു അവസ്ഥയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വന്നതെങ്കിലും ധ്യാൻ എഴുന്നേൽക്കേണ്ടതില്ല. വിട പറഞ്ഞവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അത്തരം പ്രോട്ടോകോൾ പാലിക്കുകയോ ഗുരുത്വം കാട്ടുകയോ ചെയ്യേണ്ട ഒരു വേദിയല്ല അത്. ഇനി എഴുന്നേൽക്കണമെന്നാണെങ്കിൽ അതിനുള്ള മാനസികാവസ്ഥയിൽ ആയിരിക്കണം അയാൾ. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞായിരുന്നു ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെങ്കിൽ നമുക്ക് പിന്നെയും അതിനെ വിമർശിക്കാം. എല്ലാം കെട്ടടങ്ങുമ്പോൾ ആരോപണത്തിന് ധ്യാൻ പറയുന്ന മറുപടിയിൽ ഉണ്ടാവും ആ മാനസികാവസ്ഥയുടെ വിശദീകരണം, അല്ലെങ്കിൽ അയാൾ ഖേദം പ്രകടിപ്പിക്കുമായിരിക്കും. അതേസമയം മറ്റാരോ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി വിലക്കുന്നതും കണ്ടു. ആ സന്ദർഭത്തിന്റെ പ്രത്യേകത നന്നായി മനസ്സിലാക്കിയാണ് അദ്ദേഹം പെരുമാറിയത്. ആ വിവേകമാണ് പങ്കില മനസ്സുകൾക്ക് ഇല്ലാതെ പോകുന്നത്. നമ്മിൽ ചിലരുടെ ഈ സ്വഭാവത്തെക്കുറിച്ചോർത്ത് പ്രകോപിതരായിട്ടോ നിരാശപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാലാകാലം നമ്മൾ തുടരുക തന്നെ ചെയ്യും. അത്തരക്കാരെ നന്നാക്കിയെടുക്കാൻ അസാധ്യമെന്നേ പറയാനുള്ളൂ. പ്രശാന്ത് പറഞ്ഞതും അതേ സത്യം തന്നെയാണ്. ധ്യാൻ അങ്ങോട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം. അച്ഛൻ്റെ മൃതദേഹം കണ്ണാടിക്കൂട്ടിനുള്ളിൽ കണ്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാതെ തകർന്നിരിക്കുന്ന ധ്യാനിന് മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി വന്നാൽ പോലും അതേക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ പ്രതികരിക്കാനോ പറ്റിയ മാനസികാവസ്ഥ ഉണ്ടായെന്ന് വരില്ല. ഇത് തിരിച്ചറിയണമെങ്കിൽ രാഷ്ട്രീയം മാത്രം തലയിൽ പിടിച്ചാൽ പോരാ, മനുഷ്യത്വവും ഔചിത്യബോധവും ഒക്കെ തലയിലുണ്ടാവണം. അത്തരക്കാർ ഇത്തരം ദുഷ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് വളരെ സുലഭമായി വിളമ്പാൻ ആളുകളുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒന്നും ഗൗനിക്കേണ്ട കാര്യം പോലുമില്ല എന്നാണ് എനിക്ക് ധ്യാനിനോട് പറയാനുള്ളത്.